എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ ഈ ചാനലിലുള്ള എല്ലാം കണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുറേ ഇതൊക്കെ വരുന്നുണ്ട്, എനിക്ക് കുറെ സജഷൻസ് വരുന്നുണ്ട്, കുറെ ലൈക്ക് വരുന്നുണ്ട്, പിന്നെ കുറെ പേര് കമന്റ്സ് ഒക്കെ വിടുന്നുണ്ട് മെസ്സഞ്ചറിലൂടെയൊക്കെ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ശരിക്കും. ഇനിയിപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണ്? നമ്മുടെ ബദാം ക്രീം മിക്സ് കേക്ക് ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ടേസ്റ്റിയാണ്, നല്ല സ്വാദിഷ്ടമായ കേക്കാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കമന്റ്സ് ഒക്കെ ചെയ്യുക. റെസിപ്പീസ് കണ്ടതിന് ശേഷം നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കേക്ക് ഫ്ലോർ, 3 എഗ് വൈറ്റ്, 1/4 കപ്പ് ആൽമണ്ട് ഡ്രിങ്ക് മിക്സ് പൗഡർ, ഒരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ബട്ടർ മിൽക്ക്. ഇനി കുറച്ച് പാല് കൂടെ എക്സ്ട്രാ നമ്മൾ കരുതി വെക്കണം കേട്ടോ. എന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഫ്ലോറിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ 3 പ്രാവശ്യം സീവ് ചെയ്ത് വെച്ചതാണത്. ഇനി എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറേശ്ശായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത്, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുത്ത് നമ്മൾ ബീറ്റ് ചെയ്യാണ്. അത് മുഴുവനായും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യും. ബട്ടർ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് അതും ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ബട്ടർ നന്നായി ബീറ്റ് ആയതിനു ശേഷം ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആൽമണ്ട് എക്സ്ട്രാക്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്, വാനില എസൻസ് അല്ല, ആൽമണ്ട് എസൻസ്, ആൽമണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ കുറേശ്ശായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതെല്ലാം ആഡ് ചെയ്ത് നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആൽമണ്ട് ഡ്രിങ്ക് മിക്സ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ശരിക്കും ആ കളറൊക്കെ മാറും കേട്ടോ, നല്ലൊരു യെല്ലോ ഓറഞ്ചിഷ് ആയിട്ടുള്ളൊരു കളർ വരും. നമ്മളതിലേക്ക് ആൽമണ്ട് ഡ്രിങ്ക് മിക്സ് പൗഡറാണ്, ആൽമണ്ട് പൗഡർ അല്ല, ആൽമണ്ട് ഡ്രിങ്ക് മിക്സ് പൗഡർ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മിൽക്ക്, ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മളൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി. കുറച്ച് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു അലുമിനിയം ലിഡിൻ്റെ മീതയിലേക്ക് ഈ പാത്രം വച്ചിട്ട് അതിൻ്റെ ലിഡ് കൊണ്ട് അടച്ച് ആ ലിഡിലെ ഹോളൊന്ന് നമ്മൾ ഒരു പേപ്പർ ഇട്ടിട്ട് അടയ്ക്കുന്നുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുകയാണ്. ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. നല്ല സ്റ്റിഫായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മാറ്റിയിട്ട് നമ്മളൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കുറച്ച് ബീറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്, നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാനെടുത്ത് ഒരു ഓറഞ്ച് കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
2 കളർ ആഡ് ചെയ്ത് നമ്മളിതെല്ലാം എന്നിട്ട് ഉടനെ തന്നെ റെഫ്രിജറേറ്ററിലേക്ക് വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ കേക്ക് ബേക്ക് ആവാനായിട്ട്. ബേക്കായിട്ട് നമ്മൾ ഷുഗർ കൊണ്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ, വളരെ ക്ലീൻ ആയിരിക്കും. ഇനി നമ്മളതിനെ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. ചൂടാറി കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. ഡിമോൾഡ് ചെയ്ത് അതിൻ്റെ മേലെയുള്ള ബട്ടർ പേപ്പർ ഒന്ന് പീൽ ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്യണം ഇതിനെ. ഇനി നമ്മളതിന് ക്രീം ചെയ്യാൻ പോവാണ്, ഐസിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ഒരു പീസ് എടുത്തിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മീതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതെ ഒരു പീസ് എടുത്ത് വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ മീതെ ഐസിങ് ചെയ്യാണ്. ഇനി ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ക്രീം ചെയ്യുന്നത്. ഇനിയും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തോ. വീണ്ടും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ്. നമ്മൾ നൈഫ് വെച്ചിട്ട് നന്നായി ഒന്ന് വടിച്ച് പെർഫെക്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ ഗ്രീൻ കളർ വെച്ചിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളർ വെച്ച് നമ്മൾ ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കളറിനെയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ സൈഡിൽ ചെയ്തിരിക്കുന്നത്, ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ കേക്ക് റെഡിയായി. എല്ലാവരും ഈ റെസിപ്പീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻസ് ഇടുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിടുക. നല്ല ജ്യൂസിയാണ് ഈ കേക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.